ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഒരു നല്ല സുഹൃത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഹോളി സ്പിരിറ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ നമ്മൾ അനുസരിക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മളെ വഴി നടത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന അനുഭവം നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വിശുദ്ധരാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. പരിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടുകൂടി പങ്കെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ഈശോയെ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. നമുക്കറിയാം, മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെ അവഗണിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കൊരിക്കലും പരിശുദ്ധാത്മാവിൽ വളരാനായിട്ട് സാധിക്കത്തില്ല. നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെ ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണോ അല്ലയോ നമ്മൾ എന്ന്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.